ബാങ്കിപ്പൂരിൽ മുഴങ്ങിയ പുതിയ രാഷ്ട്രീയം. പ്രശാന്ത് കിഷോർ ഇന്ത്യയുടെ രാഷ്ട്രീയ സമവാക്യം മാറ്റുമോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല തിരഞ്ഞെടുപ്പുകളും ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ചില വിജയങ്ങൾ ഒരു സീറ്റ് നേടുന്നതിൽ ഒതുങ്ങില്ല. അവ രാഷ്ട്രീയം തന്നെ പുതിയ ദിശയിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനയായി മാറുന്നു. ബീഹാറിലെ ബാങ്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോറിന്റെ വിജയം അത്തരമൊരു സംഭവമായാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. വർഷങ്ങളായി ബിജെപിയുടെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന ബാങ്കിപ്പൂരിൽ ജൻസുരാജ് പാർട്ടിയുടെ സ്ഥാപകനായ പ്രശാന്ത് കിഷോർ വിജയിച്ചതോടെ ഇതൊരു സാധാരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമല്ലെന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പുതിയ വ്യാകരണം എഴുതി തുടങ്ങുന്ന നിമിഷമാണെന്നും നിരവധി രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഇതുവരെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകളെ നിർണ്ണയിച്ചിരുന്ന പ്രധാന ഘടകങ്ങൾ ജാതി സമവാക്യങ്ങൾ, വലിയ പാർട്ടി സംവിധാനങ്ങൾ, മതധ്രുവീകരണം, പണവും സംഘടനാ ശക്തിയും എന്നിവയായിരുന്നു. പക്ഷേ ബാങ്കിപ്പൂരിൽ കണ്ടത് കുറച്ച് വ്യത്യസ്തമായിരുന്നു. പ്രശാന്ത് കിഷോർ വർഷങ്ങളായി ബീഹാറിലെ ഗ്രാമങ്ങൾ കയറിയിറങ്ങി ആയിരക്കണക്കിന് കിലോമീറ്റർ പദയാത്ര നടത്തി യുവാക്കളുമായും വിദ്യാർത്ഥികളുമായും തൊഴിലില്ലായ്മ അനുഭവിക്കുന്നവരായും നേരിട്ട് സംവദിച്ചു. വിദ്യാഭ്യാസം, തൊഴിൽ പരിഷ്കരണം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രചരണ വിഷയങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുന്നോട്ട് വച്ച സന്ദേശം വളരെ ലളിതമായിരുന്നു. ജാതി നോക്കി വോട്ട് ചെയ്യാതെ ഭാവി നോക്കി വോട്ട് ചെയ്യൂ. ഇത് എത്രത്തോളം വിജയിച്ചു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ച. ബാങ്കിപ്പൂർ പോലൊരു മണ്ഡലത്തിൽ ബിജെപിയെ തോൽപ്പിക്കാനായത് വെറുമൊരു സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ നേട്ടമല്ല, അതൊരു രാഷ്ട്രീയ സന്ദേശമാണ്. ഈ വിജയത്തോടെ ബിജെപിക്കും RJDക്കും ഒരുപോലെ മുന്നറിയിപ്പാണ് ലഭിച്ചതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. കാരണം പരമ്പരാഗത വോട്ട് ബാങ്കുകൾ പോലും സ്ഥിരമല്ലെന്ന് ഈ ഫലം കാണിച്ചു തരുന്നു. പ്രശാന്ത് കിഷോർ ആരാണ്? ഒരു കാലത്ത് രാജ്യം കണ്ട ഏറ്റവും പ്രശസ്തനായ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ. നരേന്ദ്രമോദി മുതൽ മമതാ ബാനർജി, നിതീഷ് കുമാർ, ജഗൻമോഹൻ റെഡ്ഡി തുടങ്ങി നിരവധി നേതാക്കളുടെ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി. പക്ഷേ മറ്റുള്ളവരെ വിജയിപ്പിച്ചിരുന്നാൽ ഒടുവിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ച് നേരിട്ട് ജനവിധി നേടി. ഇപ്പോൾ ആ പരീക്ഷണത്തിന്റെ ആദ്യ വലിയ വിജയമാണ് ബാങ്കിപ്പൂർ. ആ വിജയത്തിന്റെ മറ്റൊരു പ്രധാന സന്ദേശം യുവാക്കളാണ്. ബീഹാറിൽ കഴിഞ്ഞ മാസങ്ങളായി തൊഴിൽ, പരീക്ഷാ ക്രമക്കേട്, നിയമന വിവാദങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഇത്തരം അസംതൃപ്തി രാഷ്ട്രീയമായി എങ്ങനെ പ്രതിഫലിക്കും എന്ന ചോദ്യത്തിന് ബാങ്കിപ്പൂർ ഒരു മറുപടിയായിരിക്കാം. യുവാക്കളുടെ പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ച് പ്രചാരണം അദ്ദേഹത്തിന് അനുകൂലമായതായി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, ഈ ഒരു വിജയത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ രാഷ്ട്രീയം മുഴുവൻ മാറിക്കഴിഞ്ഞുവെന്ന് പറയാനാകില്ല. ബാങ്കിപ്പൂർ ഒരു മണ്ഡലം മാത്രമാണ്. എന്നാൽ വലിയ മാറ്റങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ സൂചനകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. രാഷ്ട്രീയത്തിൽ അസാധ്യമെന്ന് കരുതുന്ന കോട്ടകൾ പലതും തകരാമെന്ന് ഈ തിരഞ്ഞെടുപ്പ് വീണ്ടും തെളിയിച്ചു. ഇനി ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ജൻസുരാജ് പാർട്ടിക്ക് ഈ വിജയം സംസ്ഥാന തലത്തിൽ ആവർത്തിക്കാനാകുമോ, അല്ലെങ്കിൽ ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് അത്ഭുതമായി മാത്രം ഒതുങ്ങുമോ? അതാണ് ഇനി കാണേണ്ടത്. ബിജെപിക്ക് ഈ ഫലം ഒരു മുന്നറിയിപ്പാണ്. വികസനവും സംഘടനാ ശക്തിയും മാത്രം മതിയാക്കില്ല. യുവാക്കളുടെ പ്രതീക്ഷകളും തൊഴിലാശങ്കകളും വിദ്യാഭ്യാസ പ്രശ്നങ്ങളും അവഗണിച്ചാൽ അതിന്റെ രാഷ്ട്രീയ വില നൽകേണ്ടി വരുമെന്ന സന്ദേശം ബാങ്കിപ്പൂർ നൽകുന്നു. അതേപോലെ RJDക്കും കോൺഗ്രസിനും ഈ ഫലം ചിന്തിക്കാനുള്ള വിഷയമാണ്. ബിജെപിക്കെതിരായ വോട്ടുകൾ ഇനി സ്വാഭാവികമായി പ്രതിപക്ഷ പാർട്ടികളിലേക്ക് പോകണമെന്നില്ല. ഒരു പുതിയ രാഷ്ട്രീയ ബദൽ വിശ്വാസ്യത നേടുന്ന സാഹചര്യം രൂപപ്പെടാം. അതാണ് പ്രശാന്ത് കിഷോർ ഇപ്പോൾ പരീക്ഷിക്കുന്നത്. അവസാനമായി പറയുകയാണെങ്കിൽ ബാങ്കിപ്പൂരിലെ വിജയം ഒരു സീറ്റ് മാത്രമല്ല. ജാതിയേക്കാൾ തൊഴിൽ, വികാരത്തേക്കാൾ ഭരണക്ഷമത, പഴയ പാർട്ടികളെക്കാൾ പുതിയ പ്രതീക്ഷ, ഇവയെക്കുറിച്ചുള്ള പുതിയ രാഷ്ട്രീയ ചർച്ചയുടെ തുടക്കമായിരിക്കാമെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതേസമയം ഇത് രാജ്യവ്യാപകമായ സ്ഥിരമായ മാറ്റത്തിന്റെ തെളിവാണെന്ന് പറയാൻ ഇപ്പോൾ തന്നെ മതിയായ അടിസ്ഥാനമില്ല. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളാണ് അതിന് വ്യക്തത നൽകുക.